ഇത് കണ്ടാ കൂട്ടുകാരെ, ഇത് കണ്ടാ ഇന്നലെ തലേ ദിവസത്തെ എടുത്ത് വച്ചിരുന്ന ഇച്ചിരി പഴങ്കഞ്ഞിയാണ്. രാവിലെ ഇവനെ അങ്ങ് അടിക്കാൻ പോവുകയാണേ. ഇതൊക്കെ ഉണ്ടോയെന്നറിയാമോ? ഇച്ചിരി ഉള്ളിയും തൈരും ഒക്കെ ഇട്ട് വെച്ചിരുന്ന, ഉള്ളി അരിഞ്ഞിട്ട് തൈരും കാന്താരി ഇട്ട് വെച്ചിരുന്ന, അതിൻ്റെ കൂടെ ഒരു ഉപ്പുമാങ്ങ കിട്ടി. വേണ്ട, ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരുന്ന ഇവനെ കൂടെ അങ്ങോട്ട് ഞെവടി. ഇന്നലത്തെ ഇച്ചിരി പഴം കൂട്ടാനും ഒക്കെ ഇരിപ്പുണ്ട്. അവനെ കൊണ്ട് ഇവനിങ്ങനെ ഞെവടണം കേട്ടോ. ഇങ്ങനെ ഞെവടിയിട്ട് ഇവനെ ഒരു പിടുത്തം പിടിച്ചാൽ ഇന്ന് മുഴുവനും ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. ആഹാ, കണ്ട ഇവനെ ഒന്ന് പിടിക്കുന്ന കാര്യമൊന്ന് ഓർത്തേ. ഉപ്പുമാങ്ങ ഇങ്ങനെ ഞെവടണം, ഇങ്ങനെ ഞെവടി. ഉപ്പുമാങ്ങയാ കണ്ടാ. ഇതൊക്കെ അടുത്ത് ഇങ്ങനെ ഞെവടിയാണ് എടുക്കണം. ഇന്നലത്തെ മീൻ്റെ ഇച്ചിരി ചാറും കൂടെ കിട്ടി. ആഹാ, മുളകിലിട്ട മീൻ്റെ ചാറും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഒരു പിടുത്തം പിടിച്ച ഇപ്പം നിങ്ങൾക്കും ഇത് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ രാവിലെ? വേണ്ട, ഇന്നലെ ഇട്ട് വെച്ചിരുന്ന ഉള്ളിയൊക്കെ അരിഞ്ഞ് ചതച്ച് കാന്താരി ഇട്ട് വെച്ചിരുന്ന എന്നെ രാവിലെ എടുത്ത് തൈരും കൂടെ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ എടുത്തങ്ങ് പിടിക്കണം. ആഹാ, ഇതിൻ്റെ കൂടെ ചുട്ട പപ്പടവോ ഉണക്കമീൻ ചുട്ടതോ, പണ്ടൊക്കെ അടുപ്പിലിട്ട് ചുട്ട് ഒക്കെ എടുക്കത്തില്ലായിരുന്നു. ഉണക്കമീനും ചുട്ട് അല്ലെങ്കിൽ ചീനച്ചട്ടിയിട്ട് വറുത്ത് എടുത്തിട്ട് ഇതിനെ കൂടെ അങ്ങ് പിടിക്കണം. കണ്ടാ പഴങ്കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു ഇത് കണ്ടാ. ആഹാ, രാവിലത്തെ എനർജിയാണ്. നിങ്ങൾക്കും തോന്നില്ലേ ഇപ്പം ഇതുപോലെ ഇച്ചിരി പഴങ്കഞ്ഞി രാവിലെ അടിച്ച് കഴിച്ചാൽ? ആഹാ, എന്തോ ഒരു ടേസ്റ്റാ. ആ കാന്താരിയും മീൻകറിയും ഒക്കെ കൂടെ. അയ്യോ, പിന്നെ കൂടെ പിടിക്കണം, എന്നാലേ ടേസ്റ്റുള്ളൂ. ഇടയ്ക്ക് ഇച്ചിരി കാന്താരി, ഉപ്പുമാങ്ങ ഞെവടിയുണ്ടല്ലോ, സൂപ്പറാണ്. രാവിലെ ഇതുപോലെ പിടിച്ചാലുണ്ടല്ലോ ഏറ്റതാ, സൂപ്പറാട്ടാ. നിങ്ങളും ഇതുപോലെ ഒന്ന് കഴിക്കണേ. കേട്ടാ, ഈ ഉപ്പുമാങ്ങ എടുത്തിടെ. മാങ്ങ ഒത്തിരി കിട്ടുമ്പോൾ ഇങ്ങനെ ഉപ്പുമാങ്ങ ഇട്ട് വെക്കണം, ഉപ്പിലിട്ട് വെക്കണം, കാന്താരിയും കൂടി ഇടണം. എന്നിട്ട് ഈ പഴങ്കഞ്ഞി കുടിക്കാൻ നല്ലതാണ്. ഇതിങ്ങനെ ഞെവടിയിട്ട് വേണം രാത്രിയിലിട്ട് വെക്കണം. കാശ് കൊടുത്തൊന്നും മേടിച്ച് കഴിക്കരുത്.